ചിന്നക്കനാൽ റിസോർട്ട് കയ്യേറ്റത്തിൽ ഇ.ഡി. അന്വേഷണം ആരംഭിച്ചു. കേസിൽ മാത്യു കുഴൽനാടനെ ഉടൻ ചോദ്യം ചെയ്യും. 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയായിരുന്നു റിസോർട്ട് നിർമ്മിച്ചത്. റിസോർട്ട് ഇടപാടിലെ കള്ളപ്പണം ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ഇ.ഡിയുടെ അന്വേഷണം. സ്ഥലത്തിന്റെ മുൻ ഉടമയായ വനിതയെ അടക്കം ഇ.ഡി. ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ? എന്തൊക്കെയാണ് ചോദ്യം ചെയ്യൽ അടക്കമുള്ളവയെ മാത്യു കുഴൽനാടൻ നേരിടേണ്ടി വരും? എന്തൊക്കെ വിവരങ്ങൾ പുതിയത്? അതായത് വിവാദ റിസോർട്ട് ഇടപാടിൽ നേരത്തെ തന്നെ വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു. വിജിലൻസ് അന്വേഷണത്തിൽ 21 പേർ പ്രതികളായിരുന്നതിൽ 16-ാം പ്രതിയായിരുന്നു കുഴൽനാടൻ. അത് കോടതിയിൽ കേസ് നടക്കുകയാണ്. അതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു അന്വേഷണ ഏജൻസി കടന്നിരിക്കുന്നത്. അതിനൊരു കാരണം, ഈ ഭൂമി ഇടപാടിൽ വിജിലൻസ് കണ്ടെത്തിയത് 50 സെന്റ് മിച്ച ഭൂമി കൈയേറി റിസോർട്ട് നിർമ്മിച്ചു എന്നുള്ളതായിരുന്നു. അതുകൂടാതെ അതിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ വശത്തേക്കാണ് ഇപ്പോൾ ഇ.ഡിയുടെ അന്വേഷണം നീളുന്നത്. അതായത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുണ്ട്. ആ ഇടപാടിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കേസെടുത്ത് ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് ഇതിനകം തന്നെ ചില നടപടികൾ അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ രേഖകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഭൂമി ഇവർക്ക് വിൽപ്പന നടത്തിയ ഒരു വനിതയടക്കം 3 മുൻ ഭൂ ഉടമകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തിക ഇടപാട് എത്രയാണ്, ഈ ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന തുക തന്നെയാണോ യഥാർത്ഥത്തിൽ കൈമാറിയത്, അത് ബാങ്ക് വഴിയാണോ കൈമാറിയത് തുടങ്ങിയ വിവരങ്ങളാണ് അവർ ഈ മുൻ ഉടമകളോട് ചോദിച്ചറിഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള ഭൂമി വാങ്ങിയ ആളുകളെയും കൂടെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്യു കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുരുക്കാണ്. പ്രശ്നം ഇത് മുൻപ് തന്നെ ഇത് വിവാദത്തിലാവുകയും വിഷയമാവുകയും വിജിലൻസ് അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു. വിജിലൻസ് അന്വേഷണത്തിൽ വിജിലൻസ് ചുമത്തിയിരുന്ന IPC 120B 420 തുടങ്ങിയ വകുപ്പുകളായിരുന്നു. അതായത് ചീറ്റിംഗ്, വിശ്വാസവഞ്ചന, അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളൊക്കെ ചുമത്തിയാണ് വിജിലൻസ് കേസെടുത്ത് വിജിലൻസ് കോടതിയിലേക്ക് കേസ് എത്തിയിരിക്കുന്നത്. അതിന്റെ 2ാം ഘട്ടം ഇപ്പോൾ ED കൂടി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി തന്നെയാണ്. കാരണം അതിന്റെ സോഴ്സ്, പണത്തിന്റെ ഉറവിടം കാണിക്കേണ്ടി വരും. ആ പണത്തിന്റെ ഉറവിടം യഥാർത്ഥത്തിൽ ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന തുക തന്നെയാണോ, മറ്റേതെങ്കിലും ഉയർന്ന തുകയ്ക്കാണോ, അതായത് ആധാരത്തിൽ തുക കുറച്ച് കാണിച്ചാണോ ഭൂമി രജിസ്റ്റർ ചെയ്തത് എന്ന അടക്കമുള്ള വിവരങ്ങൾ ED ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അധികമായി ആധാരത്തിന് പുറത്ത് അധികമായി കൊടുത്ത തുകയുടെ സോഴ്സ് അതെങ്ങനെ കൈമാറി എന്ന അടക്കമുള്ള വിഷയങ്ങളിൽ അതിലൊരു കള്ളപ്പണ കൈമാറ്റത്തിന്റെ സ്വഭാവമുണ്ട് എന്നാണ് EDയുടെ നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും മാത്യു കുഴൽനാടനെ ചോദ്യം ചെയ്യാതെ വയ്യ. കാരണം ചോദ്യം ചെയ്ത് മാത്രമേ അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ. ചോദ്യം ചെയ്ത് ഇതിൽ വ്യക്തതയോടുള്ള ഒരു മറുപടി മാത്യു കുഴൽനാടന് നൽകാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ വിജിലൻസ് കേസിൽ പെട്ടതുപോലെ ED കേസിലും കുഴൽനാടൻ പെടാനാണ് സാധ്യത. അതാണ് ഇതുവരെയുള്ള വിവരം. ഏതായാലും സമഗ്ര അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിട്ടുണ്ടെന്ന പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് ഭൂമി വിറ്റ ആളുകളെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്യു കുഴൽനാടനും കൂട്ടരും, അതായത് ഭൂമി വാങ്ങിയ ആളുകൾ ചില സാമ്പത്തിക ക്രമക്കേടുകൾ ഇതിൽ നടത്തിയിട്ടുണ്ട്, കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ട്, യഥാർത്ഥ വില ആധാരത്തിൽ കാണിച്ചിട്ടില്ല, അതിനപ്പുറത്തേക്ക് കാണിച്ച തുക, കൈമാറിയ തുക, അതിന്റെ സോഴ്സ് വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വേണ്ടിവരും. കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രതിസന്ധി തന്നെയാണ്. അതെന്ത് മറുപടി എങ്ങനെ വിശദീകരിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. തീർച്ചയായും ചിന്നക്കനാൽ റിസോർട്ട് കൈയേറ്റവുമായി ബന്ധപ്പെട്ട് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാത്യു കുഴൽനാടനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്യു കുഴൽനാടനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനും സാധ്യത. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.